പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം പത്രദ്വാര നമ്മൾ അറിയുകയുണ്ടായി, ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടി ഒരു ശക്തീകരണം ഇക്കൊല്ലം നടത്താൻ പോകുന്നു. സമുദായ ശക്തീകരണം. അത് കേട്ടപ്പോൾ ഞാൻ അവയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. അത് കമന്റ് ചെയ്തുകൊണ്ട് ഒരാൾ പ്രസംഗിച്ചതും ഞാൻ കേട്ടു. രണ്ട് വിധത്തിലുള്ള ശക്തീകരണം. ഒന്ന്, നമ്മുടെ ഉള്ളിൽ, സഭയുടെ ഉള്ളിൽ ഒരു ശക്തീകരണം. രണ്ട്, സഭയ്ക്ക് പുറത്തുള്ള ആക്രമിക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമുക്കെതിരായുള്ള ശക്തികളെ ചേർത്തു നിൽക്കുന്ന ഒരു ശക്തീകരണം. ശത്രുക്കളെ അത് ചെറുക്കാനായിട്ട്, അങ്ങനെ നമ്മുടെ സഭ വളരാനായിട്ട്. നല്ല കാര്യം. ഞാൻ കേരള സഭയിലാണല്ലോ, കേരള സഭയിലെ അംഗമാണല്ലോ. പ്രിയവരെ, ഞാൻ കൂടെ കഴിഞ്ഞ 52 വർഷമായി പറയുന്ന ഒരു കാര്യം, അധികാരികളും അധീനരും സഭയിലെ ഓരോരുത്തരും ആഴമായി ചിന്തിച്ചില്ല എങ്കിൽ ഈ ശക്തീകരണം സംഭവിക്കില്ല. പഴയകാലമേ നമ്മൾ പറയും, ഐക്യമത്യം മഹാബലം. ആദ്യം വേണ്ടത് ഐക്യമാണ്. ആരുടെയോ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു, നമ്മൾ കേരളത്തിൽ 70 ലക്ഷത്തോളം ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ ഒന്നുചേരുമ്പോൾ യേശുവിന്റെ ശരീരം, അത് കൈയും കാലും തലയുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. CSI എന്നോ മർത്തോമ എന്നോ കത്തോലിക്കനെന്നോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് എന്നോ യാക്കോബ എന്നൊക്കെ തിരിഞ്ഞു. കത്തോലിക്കൽ തന്നെ തിരിഞ്ഞിരിക്കുന്നു. ലത്തീന്, സുറിയാനി, അതുപോലെ തന്നെ സീറോ മലബാർ. അതിനുള്ളിൽ തന്നെ പട. എറണാകുളംകാര് അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്കാര്, അതും പട വെക്കുന്നത് വിശുദ്ധ കുർബാന, യേശുവിന്റെ ശരീരത്തെ തൊട്ടുകൊണ്ട്. ഇതൊക്കെ ചിന്തിക്കണം. ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് ഏത് സഭയും ശക്തീകരിക്കേണ്ടത് അതിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ്. സഭയുടെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പൊ വിശുദ്ധ കുർബാനയുടെ ഐക്യം നമുക്കുണ്ടായ മതിയാവും. കണിശമായിട്ടും നമുക്കറിയാം, കേരള കത്തോലിക്ക സഭയിൽ റീത്ത് തമ്മിലുള്ള വിഭജനം മാത്രമല്ല, വേറെയുണ്ട്. 600, 700 ഇതൊക്കും ഭാവം വടക്കം ഭാവം വിഭാഗിക ചിന്ത. പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 5-ാം അധ്യായം 20-ാം വചനത്തിൽ വിഭാഗിക ചിന്ത, വ്യഭിചാരം, അശുദ്ധി, കൊലപാതകം പോലെ തന്നെ ഒരു പാപമാണ്. ഇന്നും പലരും അതിനെ താലോടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഉപേക്ഷിക്കാതെ കണ്ട് നമുക്കൊരു ശക്തീകരണം ഉണ്ടാവില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഭവനമായാലും രാജ്യമായാലും കുടുംബമായാലും വിഭജിക്കപ്പെട്ട തകർന്നു പോകുന്നത്. ഇന്ന് ഈ തകർച്ചയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എല്ലാ സഭകളും ഒന്നിച്ചേർന്ന് യേശുവിൽ ഒന്നിക്കാം, യേശുവിൻ നാമത്തിൽ ഒന്നിക്കാം, യേശുവിന്റെ പരിശുദ്ധാത്മാവിൽ ഒന്നിക്കാം. കുർബാനകളൊക്കെ ഇഷ്ടം പോലെ ചൊല്ലിക്കൂ, പ്രാർത്ഥനകളെല്ലാം വ്യത്യസ്തമായി ചൊല്ലിക്കൂ. പക്ഷേ നമുക്കൊന്നൊന്നാകാം സ്നേഹത്തിൽ, ഐക്യത്തിൽ. അതില്ല. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ പഴിചാരുക. അങ്ങനെ നമ്മൾ വിഭജിക്കപ്പെട്ട് ഇല്ലാതായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, അതെ, യേശുക്രിസ്തുവിന്റെ ഇന്നത്തെ ജീവിക്കുന്ന സാന്നിധ്യം വിശുദ്ധ കുർബാനയിലാണ്. ഞാൻ നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും ലോകാവസാനം വരെ എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്ക് നമ്മൾ വ്യക്തമായി അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഐക്യമുണ്ടാകണം. വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാക്കണം. പ്രിയപ്പെട്ടവർ, ഞാനതേപ്പറ്റി കൂടുതൽ പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാകും. എങ്കിലും എന്റെ ചെറിയ എളിയ ദാസനായ ഞാൻ പറയുന്നു, ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധ സക്രാരി പള്ളിയുടെ നടുക്ക് വെക്കണം. അവിടെ രൂപങ്ങളോ കുരിശുകളോ ഒന്നും അല്ല വെക്കേണ്ടത്. മധ്യത്തിൽ അത് മറയിട്ട് മൂടാൻ പറ്റില്ല. ആളുകൾക്ക് പണ്ടത്തെ പോലെ പള്ളിയിൽ കയറി ഈശോ ഒരു നോക്ക് കാണാൻ, ഇതാ ദാസൻ, ഇതാ ദാസി എന്ന് പറയാനുള്ള അവസരം അധികാരികൾ കൊടുത്തേ മതിയാവും. കാരണം അവിടെയാണ് ജീവന്റെ സ്രോതസ്. അവിടുന്നാണ് ജീവൻ ഒഴുകുന്നത്, യേശുവിന്റെ സാന്നിധ്യം ഒഴുകുന്നത്. അതുകൊണ്ട് അത് ആവശ്യമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. അത് ഒളിച്ചും പാത്തും അവിടെ ഇവിടെയും വെച്ചാൽ പോരാ.
യേശുവിനെ ആരാധിക്കണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം, ജീവിക്കണം യേശുവിനെ. അതിന് പകരമായിട്ട് അത് കുരിശോ അല്ലെങ്കിൽ സ്വരൂപങ്ങളോ ഒരിക്കലും പറ്റില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും പറ്റില്ല. യേശു ജീവിക്കുന്നവൻ. മാത്രമല്ല തന്റെ കുരിശു രൂപം. നമുക്കെല്ലാം ഒരു കുരിശുവത്തുള്ള ഭക്തി. ക്രൂശിക്കപ്പെട്ടവരെ നോക്കുക. പൗലോസ് അതിനെ ഗലാത്യർ 3:1 പറയുന്ന പോലെ ആരാണ് ആ വിചാരം ചെയ്ത് നിങ്ങളെ കുരിശിൽ നിന്ന് അകറ്റിയത്? അതിന്റെ നാശം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മുത്തി കർത്താവിന്റെ ആ സഹനത്തോട് കൂട്ടിച്ചേർക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ദൈവശാസ്ത്രം കാണും, അല്ലെങ്കിൽ പുരാണങ്ങൾ കാണും, പാരമ്പര്യങ്ങൾ കാണും. അതിനധീനമായിട്ട് ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ധ്യാനിക്കണം. അതിനുള്ള അവകാശം ക്രിസ്ത്യാനികൾക്കുണ്ട്. അതുകൊണ്ടുതന്നെ മതിയാവും. നമുക്കറിയാം, അതാണ് ഇന്ന് മറ്റു മതക്കാർക്ക് പോലും ഇഷ്ടപ്പെടാത്തത്. അവരെ പ്ലീസ് ചെയ്യാൻ അടിക്കാൻ ഒരു വശങ്ങളിൽ ആ തൂങ്ങപ്പെട്ട രൂപം മാറ്റിക്കളഞ്ഞത്. ഇതേപ്പറ്റി ഞാൻ പലപ്പോഴും മുമ്പും പറഞ്ഞിട്ടുള്ളത്, വീണ്ടും ആവർത്തിച്ച് പറയുന്നു. സക്കാരി അതെല്ലാം സ്റ്റീൽ കൊണ്ടുള്ള, ഇരുമ്പ് കൊണ്ടുള്ള, ആരും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ക്യാമറ ഉണ്ട് എല്ലായിടത്തും. ഭയപ്പെടേണ്ട, ആരും കുത്തി തുളക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്കൊന്ന് പോയി ഈ വിശീത്ത എന്ന വാക്ക് പോലും ആർക്കും അറിയത്തില്ല. ഒന്ന് സന്ദർശിക്കുക കാരാഗ്രഹത്തിൽ വസിക്കുന്ന ഈശോയെ. പണ്ട് ആരാധനയിൽ ആ വാക്ക് ഉപയോഗിക്കുമായിരുന്നു. നമുക്ക് ഒരു പ്രത്യേക ശ്രദ്ധ വന്നാലേ നമ്മൾ ഒന്നിക്കൂ. ഇല്ല എങ്കിൽ ഈ രീതി ഒന്നിനൊന്ന് തല്ലി നമ്മൾ ഇല്ലാതാകുക. ഇപ്പോൾ തന്നെ ഇല്ലാതായി കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനിയും നമ്മൾ സ്വന്തപ്പെട്ടവരെ പോലും ആ കർത്താവിനെ ഒന്ന് കാണാനായിട്ടുള്ള അവസരം കൊടുക്കാതിരിക്കുക. അത് കട്ടനിട്ട് മൂടിയിരിക്കുന്നു. എന്നിട്ട് കടവ് അടച്ച് പൂട്ടിയിരിക്കുന്നു. പോരാ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ തുറക്കപ്പെടണം. ആ യേശുവിനെ നടന്ന് കാണാൻ, നോക്കിക്കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തേ മതിയാവുകയുള്ളൂ. പ്രിയമുള്ളവർ, ഇതൊക്കെ ഉള്ളിൽ ശക്തി, അതുപോലെ പരിശുദ്ധാത്മാവുള്ള ഒരു ഐക്യം വേണം. ഞാൻ പറഞ്ഞ പോലെ ആത്മാവിലുള്ള ജീവിതം ഉയർത്തിപ്പിടിക്കണം. ഈ ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ ഒന്ന് നിർത്തിയേ മതിയാവും. ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ചൈതന്യം കെടുത്തിക്കളയുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ക്രിസ്തീയ ജീവിതം. എന്താണ്? വെടികെട്ട്, ചെണ്ട, കഴുന്ന്, തുലാഭാരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഭൗമിക ആചാരങ്ങളും, ആഘോഷങ്ങൾ. 3000 പേര്, 5000 ക്രിസ്മസ് പപ്പ, 50,000 ക്രിസ്മസ് പപ്പ. എന്ത് കിട്ടി? ആത്മീയമായ എന്തെങ്കിലും ആർക്ക് നേട്ടമുണ്ടോ? ആ ബിസിനസ്സുകാർക്ക് കാശ് കിട്ടി, തൊപ്പിയുണ്ടാക്കാനും ഉടാതെ ഉണ്ടാക്കാനും എല്ലാം. കുറെ പേര് അശ്ലീലമായ ഡാൻസുകൾക്ക് നടത്താൻ. ഇതെല്ലാം അനേകം പോലീസുകാരുടെ അകമ്പടിയോട് ഈ പ്രദർശനം, കുരവയെല്ലാം, ചണ്ടയും കൊട്ടും കരുന്നും അമ്പും എല്ലാം, ഈ വാഴപ്പിണ്ടി എല്ലാം, പിണ്ടിപ്പെരുന്നാൾ, ഇങ്ങനത്തെ നിർത്തി. കൂടുതൽ ഇവരൊക്കെ യൂറോപ്പിൽ പോയിട്ടുള്ളവരല്ലേ? അവിടെ അങ്ങനെയാ. ആ ലൂർദില്, ആ ഫാത്തിമയിൽ ഒന്ന് പോയി നോക്കൂ. മെഴുകുതിരി കൈപ്പിടിച്ചുകൊണ്ട് മാറാൻ ഒരു രൂപം മാത്രം എടുക്കും. 100 കണക്കിന് രൂപവും അതിന് മുമ്പിൽ നേർച്ചപ്പെട്ടില്ല. ആരും പുഷ്പങ്ങൾ വെച്ച് അലങ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുന്നു. ലക്ഷങ്ങളാണ് ഫാത്തിമയില് അല്ലെ ലൂർദിൽ എന്ന് കാണാം. ലൂർദിലാണെങ്കിൽ വിശുദ്ധ കുർബാന കൈപ്പിടിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. ഞാൻ യൂറോപ്പിൽ 30 വർഷമായിട്ട് പ്രസംഗിക്കുന്നു. പല പള്ളികളിലും പ്രദർശനങ്ങൾ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് നടക്കാവുന്ന കാലത്ത് കൂടെ നടന്നിട്ടുമുണ്ട്. വിശുദ്ധ കുർബാന കൈപ്പിടിച്ചുകൊണ്ട് അവരൊക്കെ പ്രാർത്ഥിക്കുകയാണ്, പാട്ടുപാടുന്നു, കൊന്ത ചെല്ലുന്നു, കർണക്കൊന്ത ചെല്ലുന്നു. അല്ലാതെ ചെണ്ടയില്ല, മേളമില്ല, ഈ ബഹളങ്ങളൊന്നും വെക്കുന്നില്ല. നമുക്കറിയാം, ചിലങ്ങുന്ന ചെമ്പുതാളമായി നമ്മൾ മാറി. അതുകൊണ്ടാണ് നമ്മുടെ പ്രദർശനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെ തിരുനാളായിട്ട് ആഘോഷിക്കാം, പെരുന്നാളാക്കാറ്. എന്നിട്ട് അവിടെയോ എന്തെല്ലാം അശീലങ്ങളാണ് പല പെരുന്നാളുകളിൽ, പല പ്രദർശനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ നിയന്ത്രിക്കാൻ 100 കണക്കിന് പോലീസുകാർ. അവർക്ക് പള്ളിമുറി വെച്ചോ അല്ലെ അപ്പുറത്ത് സ്കൂൾ മുറിയിൽ വെച്ചോ ചാരായും ബ്രാൻഡിയും വിസ്കിയും തീറ്റിയെല്ലാം കൊടുക്കും, പൈസയും കൊടുക്കും. ഇതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഇതാണോ കർത്താവിന്റെ തിരുനാള്? ഇതാണോ മാതാവിന്റെ തിരുനാള്? കഷ്ടമുണ്ട്. ഇതിനൊക്കെ ഒരു മാറ്റം പ്രിയ ജനമേ, പ്രിയ അധികാരികളെ, ആഴമായി ചിന്തിച്ച് എല്ലാ ഇടവകളിലും റീത്തുഭേദമെന്നിയ നടപ്പിൽ വരുത്തിയ മതിയാവും. ആത്മീയതയിൽ നമ്മൾ വളരണം.
അതെ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം ആണ്. യോഹന്നാൻ 4-ാം അധ്യായം സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞത് 23-ാം വചനത്തിൽ, ആത്മാവിനും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ആ സമയം ഇതാ വന്നു കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ വന്നിട്ടില്ല. കേരളത്തിൽ ആത്മാവിനും സത്യത്തിലുള്ള ആരാധനയില്ല. നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പിയർ, അതായത് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ഇന്ന് ജഡത്തിലും പണത്തിലും പ്രതാപത്തിലും ബ്രഹ്മാണ്ഡമായ പള്ളികളിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിലും എല്ലാമാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. ജഡത്തിൽ ലൗകികായതയിൽ ആശ്രയം വെച്ചിരിക്കുന്നു. നമുക്ക് യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളാം. ഹല്ലേലൂയ. ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കാം, എന്നിട്ട് സത്യത്തിലും ആത്മാവിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്തുതിക്കാം. ആ ദൈവത്തെ ഉള്ളിൽ കണ്ടുമുട്ടിയാലേ സാധിക്കൂ. അതൊക്കെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കൊല്ലം എന്റെ ഒരു ആശംസയാണ്. ഈ വർഷം നമ്മുടെ മെത്രാന്മാരും അച്ഛന്മാരും കന്യാസികളും ജനങ്ങളും എല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ച ഒരു തീരുമാനമാണല്ലോ സമുദായ ശക്തീകരണം. സമുദായം ശക്തിപ്പെടണമെങ്കിൽ അതിന്റെ ഉള്ളിൽ ശക്തിപ്പെടണമെന്നും ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ പറഞ്ഞു. ആ ശക്തി നമ്മുടെ കൂടാശകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഈ ബാഹ്യമായ ചടങ്ങൊന്നും നമ്മളെ ഒരിക്കലും ശക്തീകരിക്കില്ല. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ക്രിസ്മസിന് എത്ര ലിറ്റർ കള്ളാണ് കുടിച്ചത്, അല്ലെങ്കിൽ ബ്രാൻഡ് വിസ്കിയാണ് വിഴുങ്ങിയത്. പ്രിയപ്പെട്ടവരെ, എന്തിനീ അവസരം ഉണ്ടാക്കുന്നു? ഈ ആഘോഷങ്ങളൊക്കെ അങ്ങ് നിർത്തണം. നമുക്ക് വേണ്ടത് യേശുവിനെ ആരാധിക്കുന്ന, സ്തുതിക്കുന്ന ഒരു ജനത്തെയാണ്. എന്നിട്ട് പറ്റുമെങ്കിൽ ആദ്യം, ഞാൻ ഒരു കത്തോലിക്കനാണ്, കത്തോലിക്കരോട് പറയുന്നു, നമുക്കൊന്നാകാം ആദ്യം. പണ്ടൊക്കെ കത്തോലിക്കർ പറഞ്ഞ് എന്ത് ബഹുമാനമായിരുന്നു മറ്റുള്ളവർക്ക്. അവരൊക്കെ തല ഉയർത്തി നടന്ന ഒരു കാലഘട്ടം എനിക്കറിയാം. അവരെ പറ്റി അഭിമാനമായിരുന്നു. അവരൊക്കെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന ബോധ്യം മറ്റ് ഇതര സഭകൾക്കും ഇതര ജാതിക്കാർക്കും ഉണ്ടായിരുന്നു. ഇത് നേരെ തിരിച്ചാണ്. ഈ മൂല്യച്യുതി വന്ന, വിശ്വാസച്യുതി വന്ന ഒരു സമൂഹമായി നമ്മൾ അധപ്പതിച്ചു. നമുക്കൊന്ന് ചിന്തിക്കാം, കണ്ണീരോടെ ആ വിശുദ്ധ കുർബാന സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ കുറവാണ് നമുക്ക്. മെത്രാന്മാരായാലും മെത്രാപ്പോലീത്താമാരായാലും അച്ഛന്മാരായാലും കന്യാസികളായാലും വിശ്വാസികളായാലും അവിടെ പോയി പൊട്ടിക്കരഞ്ഞു പറയൂ, കർത്താവേ ഞങ്ങളുടെ സഭയെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സഭയെ ശക്തീകരിക്കണമേ, ഞങ്ങളുടെ സഭയെ ഒന്നിപ്പിക്കണമേ. ഈ ആളുകളിലൊക്കെ മെത്രാന്മാരെ പറ്റി അച്ഛന്മാരെ പറ്റിയൊക്കെ എന്തെല്ലാം ചീത്ത വർത്തമാനമാണ് പറഞ്ഞതും വീഡിയോയിലൂടെ പരസ്യമായ ലോകം മുഴുവൻ കേൾക്കത്തക്ക വിധത്തിൽ ചില പിതാക്കന്മാരെ പറ്റി പറഞ്ഞതും അവരുടെ അപ്പനെ വരെ ചീത്ത വിളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ. പ്രിയപ്പെട്ടവർ, ഇതിന്റെയൊക്കെ ശാപം എല്ലാവർക്കും ഉണ്ടാകും. ഇതിന്റെ എല്ലാം ദൈവാനുഗ്രഹമൊക്കെ ശാപമെന്ന് ഞാൻ പറയുന്നത്. ഇത് വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്താൽ കുറെ പേരെങ്കിലും രക്ഷപ്പെടും. നമ്മുടെ കുറെ മക്കളോ പോയി, വീട് വിട്ടുപോയി, നാട് വിട്ടുപോയി എന്ന് മാത്രമല്ല, ദൈവത്തെ വിട്ടുപോയി, കുർബാന വിട്ടുപോയി. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് ജീവിക്കാൻ യേശുവിൽ കേന്ദ്രീകരിച്ച് നമുക്ക് വീണ്ടും, ഞാൻ എത്ര തവണ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മരിക്കുന്നതിനും വരെ ആ യോഹന്നാൻ ശ്ലീഹായുടെ കൂട്ടു പറയും, പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ക്രിസ്തീയത നിലനിർത്തേണ്ടത്. അതില്ലാതെ കൊണ്ട് ഒരു ശക്തീകരണം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇതിന്റെ പേരിൽ കുറെ സമ്മേളനങ്ങൾ നടക്കും, കുറെ മെത്രാന്മാര് പ്രസംഗിക്കും, കുറെ അൽമാരും MLA-മാരും മന്ത്രിമാരും പ്രസംഗിച്ച് ക്രിസ്ത്യാനികളെ പൊക്കിപ്പറയും. അതുകൊണ്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ബാഹ്യമാരൊക്കെ നിർത്താം. നമുക്ക് ആന്തരികതയിലേക്ക് വ്യക്തികളായിട്ട് കടന്നു വരാം, ഇടവകളായിട്ട് കടന്നു വരാം, രൂപതകളായിട്ട് കടന്നു വരാം, അതുപോലെ സമൂഹമായിട്ട് കടന്നു വരാം. ഒന്നിക്കാം, ഒന്നായി മുന്നേറാം. എത്രയോ നല്ല പ്രസംഗങ്ങളും വീഡിയോകളും ഇതിനെപ്പറ്റി അടുത്ത നാളിൽ ഞാൻ തന്നെ കേട്ടു, നിങ്ങളെല്ലാം കേട്ടു. ഇതെല്ലാം ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ പോകുന്നു. പ്രിയമുള്ള, അതല്ല, നമുക്ക് വചനം മാംസമാക്കണം. ഇല്ല എങ്കിൽ തീരുകയാണ്. കേരള സഭയുടെ നമുക്കറിയാൻ പറയുമ്പോൾ വേദനയുണ്ട്. ശവപ്പെട്ടി കാണി വച്ചിരിക്കുകയാണ്. ഇത് വേദനയോടെ ഞാൻ പറയുമ്പോൾ എന്റെ ചങ്ക് പൊട്ടുകയാണ്. മക്കളെ, നമുക്ക് മാറണം.
അത് ഇന്ന് അറിവ് നമ്മൾ ചിന്തിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ ഈ വാശിയും വിട്ട് ഈ വൈരാഗ്യവും വിട്ട് പരസ്പരം ഒന്നായിത്തീരുന്നാൽ വീണ്ടും നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത് കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ എങ്ങനെ മറ്റുള്ളവർ ആദരിച്ചു അതിലേക്ക് നമ്മൾ കടന്നു വരും. നമ്മളെയൊക്കെ ബഹുമാനത്തോടെ നോക്കും എന്ന കാര്യം ആരെ മറന്നു പോകരുത് എന്ന് എല്ലാവരോടും, ഞാനിത് മത്രന്മാർക്ക് വേണ്ടിയോ അച്ഛന്മാർക്ക് വേണ്ടിയോ പ്രത്യേകമല്ല, എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി തരുന്ന ഒരു സന്ദേശവും ഉപദേശവുമാണ്. അതുകൊണ്ട് നമുക്ക് യേശു കേന്ദ്രീകൃതമായി ഈ സ്പർദ്ധ, ഈ വർഗീയത എല്ലാം ഉപേക്ഷിക്കാം. നമ്മുടെ ഇടയിൽ ഒത്തിരി വർഗീയതയുണ്ട്. അതെ, മറ്റുള്ള റീത്തുകാരെ താഴ്ന്ന റീത്തുകാരായി കാണുന്നു, താഴ്ന്നവരായിട്ട്. നമ്മുടെ ഇടയിൽ ഒരു ഇന്റർ മാരേജ് പോലും ഇല്ല. ഒരു അക്രൈസ്തവനെ കല്യാണം കഴിച്ച കുഴപ്പമില്ല, അവരുടെ സഭയ്ക്കുള്ളിൽ ചില വിഭാഗത്തിൽപ്പെട്ടവരെ കെട്ടിയാൽ അവരെ രൂപരെയും തള്ളിക്കളയും. വേറെയുള്ളവരെ കെട്ടിയാൽ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ബഹളം, അവസാനം വരെ അമ്മായിമ്മ പോരും അമ്മായിപ്പൻ പോരും എല്ലാമാണ് വീട്ടിൽ. ഇതൊക്കെ നിർത്തി ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്ന തടസ്സങ്ങളെല്ലാം ഒന്ന് മാറ്റിക്കൂടെ? ഹല്ലേലൂയ. അത്രയെങ്കിലും അവരെ ഒരേ വേദിയിൽ ഒന്നിച്ച് കൺവെൻഷനുകൾ, പ്രാർത്ഥനകൾ നടത്തിക്കൂടെ? വിശുദ്ധ കുർബാനയോ അതിന്റെ ആരാധന ക്രമങ്ങളൊക്കെ അവരവരെ സൂക്ഷിക്കട്ടെ. അതിനെപ്പറ്റി അവര് ഈ പബ്ലിക്കായിട്ട് അവര് മനുഷ്യന്റെ മുമ്പിൽ പരിഗണിക്കേണ്ട ഒന്നല്ല. അത് ബിഷപ്പ്മാരും അധികാരികളും ഒന്നിച്ചാണ്. എന്താ പറയാനാ പറ്റിപ്പോയത്? ആദ്യമേ തന്നെ കൈവിട്ടുപോയി. അത് സഭാധികാരികളിൽ നിന്ന് ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ വിഭജിക്കപ്പെട്ടു. അവരത് വിജാതിയർക്കും കൊടുത്തു. അവരുടെ മുമ്പിൽ നമ്മൾ ലജ്ജിതരായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അത് യേശുക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും ഒന്നായിക്കൊണ്ട് മുന്നോട്ടു പോകാം. ഒരേ മമോരിസ, ഒരേ വിശ്വാസം, ഒരേ സഭ, അതെ, ഒരേ കർത്താവ്. നമുക്ക് കരങ്ങൾ കോർത്ത് ഒന്നായി മുന്നോട്ടു പോകാം. അപ്പോൾ നമ്മുടെ സമുദായം ശക്തിപ്പെടും. പുറമെയുള്ള ഒരു സമുദായങ്ങളും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകമായ ഒന്നും വേണ്ട. നമുക്ക് വെടിയോ കോപ്പോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബോ ഒന്നും വേണ്ട. ഏതെതിരാളി വന്നാലും ബഹുമാനപ്പെട്ട റാറ്റ്സിംഗർ, അതായത് പിന്നീട് പോപ്പായ ബെനഡിക്ട് പിതാവ് പറഞ്ഞതുപോലെ, ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇറക്കുകയുണ്ടായി. അതായത് ആർക്കും കീഴ്പ്പെടുത്താൻ മേലാത്ത വിശുദ്ധരുടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ, യേശുവിന് സ്വന്തമായുള്ളവരുടെ ഒരു സമൂഹം ഭാവിയിൽ ഉണ്ടാകും. ഇതുണ്ടാക്കണം. നമുക്ക് ഇപ്പോൾ തന്നെ വേണം. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾ ഓരോരുത്തരും സ്നേഹത്തോടെ യേശുവിന്റെ ഹൃദയത്തിൽ, യേശുവിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നു. നമുക്ക് ഈ വിഭാഗിക ചിന്ത, ഈ സ്പർദ്ധ, ഈ വിഭജനമെല്ലാം മാറ്റി യേശുവിന്റെ ശരീരത്തിൽ ഒന്നാകാം. കർത്താവ് യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.